വയനാട് വടക്കനാട് നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ മുട്ടിക്കൊമ്പൻ കാട്ടാനയുടെ തുമ്പിക്കൈക്കേറ്റ പരിക്കിൽ ചികിത്സ ഉറപ്പാക്കിയ വനംവകുപ്പ്. താത്തൂർ ടസ്കർ 1 എന്ന മുട്ടിക്കൊമ്പൻ നിലവിൽ മുത്തങ്ങയിലെ ആനപ്പന്തിയിലാണ് ഇപ്പോഴുള്ളത്. പരിക്ക് ഭേദമാകുന്നത് വരെ ആനയെ ആനപ്പന്തിയിൽ നിർത്താനാണ് വനംവകുപ്പിന്റെ തീരുമാനം. കാളിദാസൻ ദേവത്വം വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകും. പറയൂ കാളിദാസൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഇപ്പോൾ വടക്കനാട് വലിയ രീതിയിൽ ഭീതി പടർത്തിയ, പ്രദേശവാസികൾക്ക് ഭീതി പടർത്തിയ മുട്ടിക്കൊമ്പൻ, പ്രാദേശികമായി മുട്ടിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന താത്തൂർ ടസ്കർ 1 എന്ന കാട്ടാന നിലവിൽ മുത്തങ്ങയിലെ ആനപ്പന്തിയിലാണ്. ആരോഗ്യനില തൃപ്തികരമാണെന്നുള്ളത് കൂടിയാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. ഒപ്പം ചെറിയൊരു പരിക്കും കൂടിയുണ്ട്, തുമ്പിക്കൈക്ക് ഒരു പരിക്കുണ്ട്. അപ്പോൾ ആ ഒരു പരിക്ക് ഉണങ്ങുന്നത് വരെ ഇപ്പോൾ നിലവിൽ റേഡിയോ കോളർ കൂടി കാട്ടാനയ്ക്ക് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തുമ്പിക്കൈക്കുള്ള ആ പരിക്ക് കൂടി ഉണങ്ങുന്നത് വരെ ആനപ്പന്തിയിൽ നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു വനംവകുപ്പ്. കാരണം ഈ തുമ്പിക്കൈയുടെ പരിക്ക് പൂർണ്ണമായി മാറിയിട്ടില്ലെങ്കിൽ ആനയ്ക്ക് ഭക്ഷണം തേടാനൊക്കെ വലിയ പ്രയാസമായിരിക്കുമെന്നുള്ള വിലയിരുത്തലിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതോടൊപ്പം ഈ വനംവകുപ്പിനെ പ്രതിസന്ധിയിലാക്കിയ മറ്റൊരു കാര്യമെന്നുള്ളത് ഈ ഹൈക്കോടതിയിൽ മൃഗസ്നേഹികൾ നൽകിയ ഒരു പൊതുതാൽപര്യ ഹർജിയാണ്. ആനയുടെ സ്വൈരവിഹാരത്തെ തടസ്സപ്പെടുത്തരുത്, ആനയെ സ്വതന്ത്രമായി തുറന്നു വിടണമെന്നുള്ള ഒരു പൊതുതാൽപര്യ ഹർജിയൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ നീക്കങ്ങൾ, ഈ ഒരു തീരുമാനത്തിലേക്ക് കടന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ സത്യവാങ്മൂലം നൽകുന്നതോടെ ഈ ആനയെ കുറച്ച് ദിവസം കൂടി ആനപ്പന്തിയിൽ നിർത്തി ആരോഗ്യനിലയൊക്കെ തൃപ്തികരമാക്കി ചികിത്സ നൽകി ഈ തുമ്പിക്കൈയിലെ പരിക്കടക്കം പൂർണ്ണമായും പരിഹരിച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ച് ആർക്കും തടസ്സമില്ലാത്ത രീതിയിൽ വനമേഖലയിൽ, ജനവാസ മേഖലയ്ക്ക് അടുത്തല്ലാത്ത മറ്റൊരു വനമേഖലയിലേക്ക് തുറന്നുവിടാനൊക്കെയുള്ള തീരുമാനത്തിലേക്ക് അധികം വൈകാതെ തന്നെ എത്തുമെന്നുള്ളതാണ്. എന്തായാലും നിലവിൽ മുത്തങ്ങയിലെ ആനപ്പന്തിയിൽ ഉള്ള മുട്ടിക്കൊമ്പനെ ചികിത്സ നൽകി അവിടെ പരിപാലിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു വനം വകുപ്പ്. എസ് കെ. താങ്ക് യു കാളിദാസൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.